ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് ഗുരുവായൂർ ക്ഷേത്രനഗരി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം വെച്ചെങ്കിൽ അകലെന്ന് വരുന്ന ഭക്തന്മാർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ ഹോട്ടലുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരുപാട് ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണല്ലോ. അതുകൂടാതെ ഇവിടെ വളരെ ചുരുങ്ങിയ ചിലവിൽ താമസിക്കാനുള്ള ഒരുപാട് ഹോട്ടലുകളൊക്കെ ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് രണ്ട് റോഡുകളുണ്ട്. ഒന്ന് ഇന്നർ റിംഗ് റോഡും ഒന്ന് ഔട്ടർ റിംഗ് റോഡും. ഈ രണ്ട് റോഡിന് ചുറ്റും ഒരുപാട് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, കാർ പാർക്കിംഗ് പോയിന്റുകൾ, ഓഡിറ്റോറിയങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ഞുളാലെന്ന് കിഴക്കേ നടയിലേക്കാണ്. ഈ റോഡ് മിക്ക ആൾക്കാർ ഈ റോഡിൽ കൂടെ വരും അധികം. കാരണം വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഈ റോഡ് വഴിയേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റോഡിലെ രണ്ട് സൈഡിലുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ അവർക്ക് അറിയാം. അവർ മിക്കവാറും ഈ രണ്ട് സൈഡിലുള്ള ഹോട്ടലുകളിൽ തന്നെയാണ് വന്നാൽ താമസിക്കാറ്. പക്ഷേ ഇതിനായിട്ടും ചീപ്പായിട്ടും ഇതിനായിട്ടും നല്ല ഹോട്ടലുകളാണ് ഈ റിംഗ് റോഡിലൊക്കെ ഉള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ഈ കാണുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിലുള്ള ഗോപുര നടയാണ്. ഇതിപ്പോൾ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഗോപുര നടയാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് പോകുന്നതാണ് ആദ്യത്തെ ഇന്നർ റിംഗ് റോഡ്. അതിങ്ങനെ തിരിഞ്ഞിട്ട് ഈ ഒരു റോഡിലേക്ക് വന്ന് കയറും. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഗോപുര നടയിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരിയാൻ പോകുന്നത്. ഗുരുവായൂരിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വൺ വേ ആണ്. ഈ രണ്ട് റിംഗ് റോഡിൽ പോകുമ്പോഴും നമുക്ക് വൺ വേ ആണ്. അങ്ങനെ ഇങ്ങോട്ടൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് വഴി തന്നെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ റോഡിൽ ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല. ഇതിലേക്ക് വരുന്ന വഴി വേറെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഒരു വലിയൊരു കാർ പാർക്കിംഗ് ഉണ്ട്. മൾട്ടി സ്റ്റോറീഡ് കാർ പാർക്കിങ്ങും ബസ്സൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പാർക്കിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഈ കാർ പാർക്കിങ്ങിലേക്ക് വേറെ വഴിയാണ് ഉണ്ട്. അത് ഞാൻ വേറെ കാണിക്കാം. അവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും നടക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്താൻ. ഈ കാർ പാർക്കിങ്ങിലേക്ക് വരാനുള്ള വഴി ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. എന്നാലും ഞാനൊന്നുകൂടി പറയുകയാണ്. അതായത് ഔട്ടർ റിംഗ് റോഡിൽ വരുമ്പോൾ ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പഴയത്. അത് പൊളിച്ച് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർ പാർക്കിങ്ങിൽ എത്താൻ പറ്റും. ഈ ഒരു കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യാനോ അടിയിൽ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുണ്ട് വെച്ചെങ്കിൽ പോലും നല്ല സൗകര്യമുള്ള ഒരു കാർ പാർക്കിംഗ് ആണ്. അതുമാത്രമല്ല ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. അതായത് ദേവസ്വത്തിൻ്റെയാണ്. പിന്നെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ ഇവിടെ ചാർജിങ് പോയിൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതിനൊക്കെ ചെറിയൊരു പേയ്മെൻറ്റേ ഉള്ളൂ. പിന്നെ പാർക്കിംഗ് കിട്ടില്ല എന്നുള്ളതിൽ പേടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഹോട്ടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പേരാണ് നവനീത് ഹോട്ടൽ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അതിൻ്റെ മുന്നേ വേറെ ചെറിയൊരു ഹോട്ടൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാതെ കുറച്ചുകൂടി മുന്നോട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിതിൻ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടലുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടലുകൾ വേറെ ഉണ്ടായി. റൂം അവൈലബിൾ എന്നൊക്കെ ഉള്ളിടത്ത് ചെറിയ ചെറിയ ഹോട്ടലുകളാണ്. അതൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോരുന്നു മാത്രമേ ഉള്ളൂ, കാണിക്കുന്നില്ല. അങ്ങനെയാണ് വെച്ചാൽ നീണ്ടു പോവും വീഡിയോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ദേവസ്വത്തിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ ഇത് വളരെ ചെറുതും കുറച്ച് പഴയതുമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇത് പൊളിച്ചിട്ട് ഇവിടെ പുതിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയാൻ വേണ്ടിയിട്ട് തറക്കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. താമസിയാതെ തന്നെ ഇവിടെ നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉയരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഒരു ഡോർമെട്രിയാണ്. ഇത് AC ഡോർമെട്രിയാണ്. ഇവിടെ വരുന്ന ഭക്തർക്ക് 175 രൂപ അല്ല 200 രൂപ താഴെ വരുള്ളൂ ഇവിടെ താമസിക്കാൻ. നല്ല ഡോർമെട്രി അവൈലബിൾ ആണ് ഇവിടെ. അത് ഇതിൽ കുടുംബശ്രീയുടെ ഒരു റെസ്റ്റോറൻറ്റ് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ റോഡ് രണ്ടായിട്ട് പിരിയാണ്. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ടർ റിംഗ് റോഡിലും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നർ റിംഗ് റോഡ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വലിയൊരു ഹോട്ടലാണ്. ഇത് നമ്മളെ ഗോകുലം വനമാല എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഹോട്ടലാണ്. ഈ ഇന്നർ റിംഗ് റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഔട്ടർ റിംഗ് റോഡിലേക്ക് കണക്റ്റിംഗ് റോഡുകൾ കാണും. ഈ കണക്റ്റിംഗ് റോഡുകളിലും രണ്ട് സൈഡിലും നമുക്ക് ഒരുപാട് ഹോട്ടലുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെയും റിംഗ് റോഡിൽ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് കാണാം. അതിനോട് ചേർന്നിട്ട് തന്നെ കണ്ട ഗുരുവായൂർ മരപ്രഭു, അതേമാതിരി ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ, അതേമാതിരി മറ്റൊരു ഇതേമാതിരിയുള്ള ആനയുടെ പ്രതിമയ്ക്കുള്ള നമ്മളെ ഗുരുവായൂർ ഗസ്റ്റ് ഹൗസ്. അതായത് നമ്മളെ ഗവൺമെൻറ് മന്ത്രിമാരും അങ്ങനെയുള്ള VIPകളും VVIPകളൊക്കെ വന്ന് താമസിക്കുന്ന ശ്രീവത്സം ഗസ്റ്റ് ഹൗസാണ് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം തെക്കേ നടയിലാണ്. അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിലുള്ള ഇന്നർ റോഡിലുള്ള വഴിയാണ്. ഇതാണ് ഈ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ
തെക്കേ നടയിലെത്താൻ പറ്റും. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് പാഞ്ചജന്യം ഹോട്ടൽ ഉള്ളത്. അതിൽ തന്നെയാണ് നമ്മളെ പഴയടത്തിൻ്റെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ഈ പാഞ്ചജന്യത്തിൻ്റെ പുതിയ ബ്ലോക്ക് ബിൽഡിംഗ് ആണ് ഇത് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ റൂം അവൈലബിൾ ആവുള്ളൂ. കാരണം വെച്ചെങ്കിൽ ഇതൊക്കെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ദേവസ്വത്തിൻ്റെ ഹോട്ടലുകളാണ്. കൂടാതെ നമ്മൾ ഈ പോണ വഴിയിലൊക്കെ കുറച്ച് ഉള്ളിലേക്ക് കയറ്റി വേറെയും ഹോട്ടലുകൾ കാണാം. അതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു ഗേറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ബോർഡും കാണാൻ പറ്റും. അതൊക്കെ തന്നെ വളരെ ചീപ്പും കുറച്ചുകൂടി പുതിയതൊക്കെ ആയിട്ടുള്ള ഹോട്ടലുകളായിരിക്കും. ഇവിടുന്ന് റോഡ് പിന്നെയും രണ്ടായിട്ട് പിരിയുന്നുണ്ട്. നമ്മൾ റൈറ്റിലേക്കാണ് ഇനി തിരിയേണ്ടത്. അപ്പോൾ ഇവിടെ മറ്റൊരു ഹോട്ടൽ കാണാം, കോവിലകം ഹോട്ടൽ. അതും വലിയ നല്ലൊരു ഹോട്ടലാണ്. പിന്നെയും നമ്മൾ റൈറ്റ് തിരിഞ്ഞ് അങ്ങനെ ഇന്നർ റിംഗ് റോഡിൽ കൂടെ പോകുമ്പോൾ വേറൊരു വലിയ ഹോട്ടൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഹോട്ടലിൻ്റെ പേരാണ് തുളസീദളം എന്നുള്ളത്. അതും കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹോട്ടലാണ്. അത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ റൈറ്റ് തിരിഞ്ഞ് പോവുക തന്നെയാണ് ഈ ഇന്നർ റിംഗ് റോഡിൽ കൂടെ. ഇവിടെ കുറച്ചൊരു ഏരിയയിൽ മാത്രം ഹോട്ടലുകളൊന്ന് കുറവുണ്ട് വെച്ചെങ്കിൽ പോലും അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഹോട്ടൽ കാണാം. ഇതിൻ്റെ പേരാണ് രാജവത്സം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള അത്യാവശ്യം തെറ്റില്ലാത്ത നല്ലൊരു ഹോട്ടലാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പടിഞ്ഞാറ് നടയിലെത്താറായിട്ടുണ്ട് അമ്പലത്തിൻ്റെ. അപ്പോൾ ഈ രാജവത്സം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കാണുന്നതാണ് ജയശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ തിയേറ്റർ. ഇത് കുറച്ച് പഴക്കം ചെന്ന സിനിമാ തിയേറ്ററാണ് വെച്ചെങ്കിലും ഇവിടുത്തെ നല്ലൊരു സിനിമാ തിയേറ്ററാണ്. ഇപ്പോഴും ഏറ്റവും പുതിയ സിനിമകൾ വരുന്ന ഒരു സിനിമാ തിയേറ്റർ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ഏകദേശം നമ്മൾ പടിഞ്ഞാറ് നടയിലെത്താറായി. പടിഞ്ഞാറ് നടയിലെത്തുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പറയും ഒരുപാട് ഹോട്ടൽ കാണാം. പണ്ട് ഇവിടെ വേറൊരു നമ്മളെ ഇന്ത്യൻ കോഫി ഹൗസ് കാണാം. അതേമാതിരി രണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഒന്ന് കിഴക്കേ നടയിലും ഒന്ന് പടിഞ്ഞാറേ നടയിലും. ഈ ഇന്ത്യൻ കോഫി ഹൗസ് നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങും അതിൻ്റെ അപ്പുറത്ത് വലിയ ഹോട്ടലുകൾ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പടിഞ്ഞാറേ നടയിലെത്തി. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ശ്രീ വെങ്കടേശ്വര ടൂറിസ്റ്റ് ഹോം എന്നിട്ട് വേറൊരു ഹോട്ടൽ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പടിഞ്ഞാറ നടയിലാണ്. പടിഞ്ഞാറ നടയിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടതാ. ഇതിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ പടിഞ്ഞാറ നടയിലെത്താൻ പറ്റും. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു വഴി കൂടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലെത്താൻ പറ്റും. KSRTCയിലേക്കൊക്കെ പോകാനുള്ള വഴിയാണ്. ഇപ്പോൾ നമ്മൾ നേരെ ഇനിയും റിംഗ് റോഡിൽ കൂടെ നേരിട്ട് ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മതിൽ കാണാം. അതിന് റൈറ്റ് സൈഡിലായിട്ട് തന്നെ കുറച്ച് ചെറിയൊരു കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയ്ഡ് പാർക്കിംഗ് തന്നെയാണ് ദേവസ്വത്തിൻ്റെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ മതിലിൻ്റെ അപ്പുറത്ത് KSRTC ആണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്. പക്ഷേ അത് മിക്ക സമയത്തും ക്ലോസ്ഡ് ആയിരിക്കും. അതിൽ കൂടെ പോകാൻ പറ്റിയെന്ന് വരില്ല. ഇലക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേറൊരു ഹോട്ടലുണ്ട് നേരെ മുന്നോട്ട് പോയാൽ തന്നെ. ഇതും വലിയൊരു ഹോട്ടൽ തന്നെയാണ്. അതായത് ഈ റിംഗ് റോഡിൻ്റെ ഒരു ടേണിങ്ങിലാണ് ആ വലിയ ഹോട്ടൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഹോട്ടലുണ്ട്, മാഞ്ചിറ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമ്മൾ വടക്കേ നടയിലെത്തിയിരിക്കുകയാണ്. 4 കൂടിയ ഒരു സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ടർ റിംഗ് റോഡിലേക്കും അതിൽ കൂടെ അങ്ങനെ മമ്മിയൂർ ക്ഷേത്രത്തിലേക്കും പോകാൻ പറ്റും. അതുകൂടാതെ ഈ ഒരു റോഡിൻ്റെ 2 സൈഡിലും വേറെയും ഒരുപാട് ഹോട്ടലുകളുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. അതായത് നമ്മളിവിടുന്ന് ഈ റോഡിന് നേരെ പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെയാണ് എത്തുക. ഇനി നമ്മൾ പിന്നെയും നേരെ ഈ ഇന്നർ റിംഗ് റോഡിൽ കൂടെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇന്നർ റിംഗ് റോഡിലുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഹോട്ടലുകളാണ്. അതായത് ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ പോക്കറ്റ് റോഡുകളും ഇടവഴികളൊക്കെ ക്ഷേത്രത്തിലേക്ക് ഉണ്ട്. കൂടാതെ നല്ല റോഡിലേക്ക് കൂടെ നടക്കുകയാണെന്ന് വെച്ചാൽ പോലും 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല ഇവിടുന്ന് നിങ്ങൾക്ക് ക്ഷേത്രത്തിലെത്താൻ. അപ്പോൾ നമ്മൾ ഇന്നർ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കുറച്ച് ഉള്ളിലായിട്ട് വേറെ വളരെ കുറച്ചുകൂടി വലിയ നല്ലൊരു ഹോട്ടലുണ്ട്. അതാണ് കൃഷ്ണവത്സം. ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഹോട്ടലുകൾ ഈ റിംഗ് റോഡിൽ കൂടെ നമ്മൾ ഇന്നർ റിംഗ് റോഡിൽ കൂടെ വരുമ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഹോട്ടലുകളൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ വീഡിയോ പിന്നെയും നീണ്ടു പോകും. അതുകൊണ്ട് അത് തൽക്കാലം ഞാൻ അടുത്തുള്ള ഹോട്ടലുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് വേദിക് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ദേവസ്വത്തിൻ്റെ അണ്ടറിലുള്ള ഒരു വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗോവിന്ദ സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടൽ കാണാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹോട്ടലും പിന്നെ അവരുടെ റെസിഡൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്. അതേമാതിരി റൈറ്റിലേക്ക് അമ്പലത്തിലേക്കും ലെഫ്റ്റിലേക്ക് ഔട്ടർ റിംഗ് റോഡിലേക്കുള്ള ഒരു വഴിയുണ്ട്. അത് കഴിഞ്ഞാൽ കാണുന്ന മറ്റൊരു വലിയ ഹോട്ടൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വൈശാഖ് ഹോട്ടൽ. അപ്പോൾ ആ പോക്കറ്റ് റോഡ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഔട്ടർ റിംഗ് റോഡിലേക്കാണ്. അവിടെ ഇതേമാതിരി അത്യാവശ്യം വലുപ്പമുള്ള കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ട ലെഫ്റ്റിൽ ചെറിയൊരു കാർ പാർക്കിംഗ് കാണാം. ഈ ഇന്നർ റിംഗ് റോഡിൽ തന്നെ 3 കാർ പാർക്കിംഗ് 3 4 കാർ പാർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് വേറൊരു വലിയൊരു ഹോട്ടൽ കാണാം. അതാണ് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടൽ. അത് കഴിഞ്ഞ് അമ്പാടി റീജൻസി എന്ന് പറഞ്ഞിട്ട് വേറെ ഹോട്ടൽ കാണാം. കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അനന്തകൃഷ്ണ റീജൻസി, ലെഫ്റ്റ് സൈഡിൽ ദേവരാഗം ഒക്കെ വന്നിട്ട് കാണാം. പിന്നെ പാർവതി കല്യാണ മണ്ഡപം എന്നുണ്ട് റൈറ്റ് സൈഡിലുണ്ട്. ഇതേമാതിരി മുന്നോട്ട് പോകുന്നതോറും അനുസരിച്ച് നിറച്ച് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളാണ്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആര്യാസ് ഉണ്ട്, ആര്യാസ് പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതേമാതിരി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2 സൈഡിലും ഹോട്ടലുകളും നമ്മളിങ്ങനെ പേരെടുത്ത് പറയാൻ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പറയണം. ഞാൻ അപ്പോൾ തന്നെ അത്യാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കുള്ള ഒരു റോഡ് കാണാം. അത് ഔട്ടർ റിംഗ് റോഡിലേക്ക് വഴിയാണ്. അവിടെ ഈ പറഞ്ഞ മാതിരി ഹോട്ടലുകൾ വേറെയുണ്ട്. പിന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഗ്ലാസ് ബിൽഡിംഗ് ആണ് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹോട്ടൽ. ഇതൊന്നും കൂടാതെ വേറെ ഓരോ സമുദായത്തിൻ്റെ, അതായത് നായർ സമുദായം, അല്ല പിഷാരടി സമുദായം, അല്ല NSS, SNDP, അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ ഹോട്ടലുകൾ വേറെ ഉണ്ട്. അത് അവരവരുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ താമസിക്കാനും, അല്ല അവരവരുടെ വലിയ വലിയ ആൾക്കാർ വന്നാൽ താമസിക്കാനും ഒക്കെ ആയിട്ടുള്ള ഹോട്ടലുകൾ വേറെയും ഇവിടെ ഉണ്ട്. ഇതൊന്നും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേറൊരു വലിയ ഹോട്ടൽ കാണാം. ഇതാണ് ഭദ്ര റെസിഡൻസി. അതിൻ്റെ ഉള്ളിലും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലാണ്. അതേമാതിരി ഇതിൻ്റെ ഓപ്പോസിറ്റിലും ചെറിയ ഹോട്ടലുകൾ വേറെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വേറെയും ഒരുപാട് ഹോട്ടലുകളുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കേ നടയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന അതേ സ്ഥലത്ത്, അതായത് ഇന്നർ റിംഗ് റോഡ് ഒരു റൗണ്ട് നമ്മൾ എത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലെഫ്റ്റിലും വലിയൊരു പാർക്കിംഗ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ ഇന്നർ റിംഗ് റോഡിലെ 2 സൈഡിലും വരുന്ന ഹോട്ടലുകളും ലോഡ്ജുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലാണ് ഔട്ടർ റിംഗ് റോഡിൻ്റെ കാഴ്ചകളും. അവിടെ ഇതേമാതിരി ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കാർ പാർക്കിംഗ് ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി, നമസ്കാരം. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.